പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് പെന്തിക്കോസ്തി ഞായർ, ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള 50-ാം ദിവസം. നമ്മളൊക്കെ നമ്മുടെ യാത്രയ്ക്ക് GPS ഉപയോഗിക്കുന്നവരാണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വഴി തെറ്റിയാൽ അത് ശരിയായി പോകാൻ വേണ്ടിയാണ്, യഥാർത്ഥ വഴി തിരിച്ചറിയുവാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെന്തിക്കോസ്തിയാണ് GPS എന്ന പെന്തിക്കോസ്തി. അത് നമ്മളെ യഥാർത്ഥ വഴിയിൽ നയിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം പെന്തിക്കോസ്തിയെക്കുറിച്ചുള്ള വർണ്ണനകളാണ്. പെന്തിക്കോസ്തി നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവരിലേക്ക് പിളർന്ന അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ലഭിച്ചു. അങ്ങനെയെങ്കിൽ എന്താണ് ഈ GPS? ഗ്യാതറിങ് ടുഗെദർ, ഒരുമിച്ച് കൂടിയിരിക്കണം. ഈ നാളുകളിൽ ദേവാലയത്തിൽ വരുവാൻ കഴിവില്ലല്ലോ. വീട്ടിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരും. രണ്ടാമത്തേത് P4, പ്രേയിങ് ടുഗെദർ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകണം. മക്കൾ ഒരു വഴിക്ക്, മാതാപിതാക്കൾ ഒരു വഴിക്ക്. അങ്ങനെ ഉണങ്ങിയും വരണ്ടുമൊന്നും പോയാൽ പോരാ. ആത്മാവ് തൊടുന്ന ജീവിതം ഉണ്ടാകണമെങ്കിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ടാകണം. S4, ഷെയറിങ് ടുഗെദർ, ഒരുമിച്ച് കൂടിയിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ എല്ലാവർക്കും ഒരുപോലെ പരിശുദ്ധാത്മാവിനെ ലഭ്യമാകും. സഹ്യോൻ മാളികയിൽ കൂടിയിരുന്ന എല്ലാവർക്കും പരിശുദ്ധ റൂഹായെ ലഭ്യമായി. അങ്ങനെയെങ്കിൽ നമ്മുടെ വീടുകളാകട്ടെ സഹ്യോൻ മാളികകൾ. അവിടേക്ക് പരിശുദ്ധാത്മാവ് മക്കൾക്കും മാതാപിതാക്കൾക്കും വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഒരുപോലെ ഇറങ്ങി വരുവാനായിട്ടിടയാകട്ടെ. ജീവിതത്തിൽ അപ്പോൾ ദിശ തെറ്റില്ല. GPS ആയി പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകും. ഈ നാളുകളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് വഴികാട്ടി ആയിരിക്കണമേ എന്ന്. പെന്തിക്കോസ്തിയിൽ 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് ഉള്ളത്. അതിലൊന്ന് വെള്ളം വാഴുവിൻ്റെ ക്രമവും 2 മുട്ടുകുത്തലിൻ്റെ ക്രമവും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഉള്ള വെള്ളം അത് എല്ലാവരിലേക്കും തളിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളെല്ലാം മുട്ടുകുത്തി ഞങ്ങളുടെ കർത്താവെ കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലൈസോൻ ചൊല്ലുകയാണ്. നമ്മളെല്ലാവരും മുട്ടുകുത്തണം. മണ്ണാകുന്ന നമ്മൾ മുട്ടുകുത്തി കർത്താവെ ഞങ്ങളുടെ മേൽ, ഈ ദേശത്തിൻ്റെ മേൽ, അതികഠിനമായ ഈ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാനായി ഞങ്ങളുടെ മേൽ കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വരും, തീർച്ചയായിട്ടും വരും. ഈ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണം. ഈ പെന്തിക്കോസ്തി നമ്മുടെ ഭവനത്തിൻ്റെ മുകളിൽ ആത്മാവെന്ന കാറ്റടിക്കും. പിളർന്ന നാവ് പോലെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവ് പറന്നിറങ്ങും. റൂഹ ചലിച്ചു കൊണ്ടിരിക്കും. അതിന് ഈ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ആരാധനകളുമൊക്കെ മുഖാന്തരമായി തീരട്ടെ. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.